മച്ചാമാരെ, അപ്പം നമ്മുടെ വോൾക്കാനോ ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ്. അപ്പം സർവൈവറാണ് കളിക്കുന്നത്. അപ്പം എനിക്കറിയത്തില്ല, ഇവൻ ഇപ്പോഴാണ് മൈൻക്രാഫ്റ്റ് ഒന്ന് പഠിച്ചു വരുന്നത്. ഞാൻ കളിക്കാറില്ല അങ്ങനെ. ഇത് പുതിയ വേൾഡ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീണ്ടും ഭാഗ്യം. ഇവിടെ എനിക്ക് ലക്കാ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയി. ഇത് മറ്റേ വില്ലേജിലാണ്. എടാ, സ്പോൺ ആവുന്ന വില്ലേജില്ല. എല്ലാവർക്കും ലക്ക് എന്നല്ല, ഇതിനകത്ത് സ്പോൺ ആവുന്ന തന്നെ വില്ലേജിൻ്റെ അകത്താണ്. ഇത് ഞാൻ കയറിയ വില്ലേജ് ആണോ എനിക്ക് സംശയം. ആണോ? എനിക്ക് ഈ മൈൻക്രാഫ്റ്റിനെ പറ്റി ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. സെറ്റായി ആയാണല്ലോ ഇത്. പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് പൊട്ടത്തിനൊക്കെ പറയും, കാണിക്കും. അതൊന്നും നിങ്ങൾ വിഷയമാക്കരുത് പ്ലീസ്. ഇതാരാ ഇങ്ങനായത്? എന്തോ വൈറസാന്ന് തോന്നുന്നു. അപ്പം വൈറസ് ഒന്നും ഇല്ല, ചുമ്മാ പറയുന്ന. അറിയാവില്ല, ആദ്യം തന്നെ പൊട്ടത്തിൽ എന്തോന്നാ കാണിക്കുന്നത്? അവിടെ ചെസ്റ്റ് ഒന്നും ഇല്ല. നോക്കാം നമുക്ക് എന്നാലും. എടാ, എനിക്കറിയാവില്ല, ഞാൻ എത്ര വട്ടം ഇത് കളിച്ചിട്ടുള്ളതാ. ഇത് ബാൽക്കണിയാ. ബാൽക്കണി എല്ലാവരും ബെല്ലടിച്ച് കയറ്റണം. വേണ്ട അല്ല വീട്ടിൻ്റെ അകത്ത് താമസിക്കും. അപ്പൊ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വലിയതൊക്കെ പറ്റിയെന്നൊക്കെ ഇരിക്കും. ആരും മൈൻഡ് ചെയ്യരുത്. ഓക്കെ, കളിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം ഇവൻ്റെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് 1 ബ്ലോക്ക് ഇടാൻ. യെസ് പോയിന്റ് നോക്കി തരാൻ പറ്റുമോ? പോയിന്റും കൊണ്ട് ഇയാൾ എന്തൊക്കെ ഇപ്പോഴേ കളിക്കാൻ അറിയുന്നില്ല. പിന്നെ പോയിന്റ് വേണ്ട, സാരമില്ല. നമ്മളിപ്പം ഫുഡ് എടുക്കണം. ഫിറ്റ എന്തുവാ ആയിരിക്കട്ടെ. പിന്നെ പഠിപ്പിച്ചിട്ടൊക്കെ വേണം വേറെ സീരിയസ് ഒക്കെ എടുക്കാൻ. ഹാർഡ് കോർ എടുക്കാൻ. അണ്ണൻ നമ്മുടെ അണ്ണൻ തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണോ? ചെസ്റ്റ് വല്ലതും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇങ്ങനെയൊക്കെ പണി വെച്ചിട്ട് നീ ഇതെടുത്ത് ഇതെന്തുവാ? നീ എടുത്തിട്ടു. അത് എന്തോ സംഭവം? മറ്റേ ചെസ്റ്റ് പ്ലേറ്റ്. എന്തുവാ? നമ്മളെ ആർമർ. മതാമകള് ഇങ്ങനെ വെളുത്തിരിക്കുന്നേ. വീട്ടിൽ കയറിയാണോ നമ്മള്? ഈ വീട്ടിൽ കയറിയതാ. സോറി, ഇതും കയറിയതാണ്. ഇതിൻ്റെ അകത്ത് വേറെ വീടൊന്നും ഇല്ലേ? ഇത്രയും പന്ന വില്ലേജോ. ഭയങ്കര ലക്കല്ലേ നിനക്ക്? പക്ഷെ കൂടിപ്പോയി. എന്താ ചെയ്യാനാ, കൂടിപ്പോയി ലക്കൊക്കെ. ഇതെന്തോ വില്ലേജ് എങ്ങാണ്ട് ലാഗായിരിക്കുന്ന. അയൻകുളത്തിന് തീർത്താലോ കിട്ടാനാണോ പറയുന്നത്? ഇതിൻ്റെ ബാക്കി നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ടില്ല, അത് നിങ്ങൾ തന്നെ പറ. എത്ര എനിക്ക് പറയാനുള്ളൂ. അത് പിഗ്. ഇത് ഇങ്ങനൊന്നും അല്ല ഈ ഗെയിം. ഇത് വേറെന്തോ എന്തൊക്കെയായി ഈ ഗെയിമിന്. ഇങ്ങനല്ലായിരുന്നു ഗെയിം. ഇല്ല, ഈ ഗെയിം നല്ലപോലെ ആയിരുന്നു ഗൈസ്. ഇനി കുറച്ച് ദിവസത്തേന് ഇങ്ങനൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒറിജിനൽ ടെക്സ്ചർ ആഡ് ചെയ്യാം. പുതിയ ടെക്സ്ചർ കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് റിയലിസ്റ്റിക് ഒക്കെ ആക്കാം. റിയൽ മൈൻക്രാഫ്റ്റ് പോലെ ഇത് ഒരുമാതിരി അളിഞ്ഞ സാധനമാണ്. നമ്മൾ എവിടൊക്കെയോ എങ്ങോട്ടൊക്കെ ചുമയൊന്നും മൈൻഡ് ചെയ്യല്ല, എനിക്ക് പനിയാണ്. ഇതെന്തോ മത്തങ്ങ ഇത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ടൈറ്റാനിക് ലോകമല്ല കടം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേ പോവാം അല്ലേ? വില്ലേജിനെ നമ്പി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ പാടേ അതിൻ്റെ അകത്തുനിന്ന് മോചനപ്പെട്ട് വരാൻ പിന്നെ പാടാം. നമ്മൾ ബന്ധം പിടിച്ചു പോകും. ബന്ധം ഇതൊക്കെ എന്തുവാടോ? നാടാണോ? അതിനപ്പോൾ ഒരു സാഡിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുതിര എഴുതാം. അത് കുതിര ബ്ലാക്ക് വേർഷനാ. അപ്പോൾ താപ്പോട്ട് പോയി. അയ്യോ വേണ്ട
അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടൊക്കെ എത്തി. ഇവൻ എന്തോ കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. അടുത്തത് നമുക്ക് കുറച്ച് ഇത് വേണം. ഇതെന്തോ ഇവന് രാത്രിയാ പറയേ. നമ്മൾ വെള്ളത്തിൽ പോയി എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ കളിച്ച് വരുന്നതേ ഉള്ളൂ. പണ്ട് ആരും ഒന്നും പറയരുത്. എനിക്ക് അറിയത്തില്ല മൈൻക്രാഫ്റ്റിനെയൊന്നും പറ്റി. ഇത് എന്തോ കേവാണ്. നമ്മളപ്പോൾ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. അയ്യോ വേണ്ട 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 ഗൈസ്, ആദ്യത്തെ ഡെത്താണ് ഇത്. ഇവൻ പൊട്ടനാണ്. ചെറുതായിട്ട് കയ്യിലെ സാധനങ്ങളൊക്കെ പോയി. റീസ്പോൺ പോയിന്റ് പോയി ബ്രോ. എന്തോ ചെയ്യാനാന്ന് പറ. നമ്മുടെ വിധി അത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്കതിനുള്ളൊരു അത്രയും നമ്മൾ ഇച്ചിരി ഓവറായതിൻ്റെ ആണെന്ന് തോന്നുന്നു. കാലം പഠിക്കാം. എൻ്റെ സാധനങ്ങളെല്ലാം നൈസിലങ്ങ് പോയിട്ടുണ്ട്. ഈ ഒരു വഴിയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ഇവിടെയൊക്കെ കിടന്ന് അപ്പുറത്ത് കയറിയായിരുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെ പോയി. അവിടെ എത്തിയപ്പോഴാണ് ഒരു കുതിരയെ കണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ആദ്യം ഉണ്ടാക്കിയത് അവിടെ. ബ്രോ, എൻ്റെ കൂട്ടുകാരൻ എന്നെ കളിയാക്കാറുണ്ട്, അറിയോ? മൈൻക്രാഫ്റ്റ് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഫുള്ള് കാർ ഗെയിംസായി. അതാണ് എൻ്റെ ഞാൻ കാർ ഗെയിംസാണ് കളിക്കുന്നത് കൂടുതലും നല്ല മൊത്തം. വേണ്ട കേവ് 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 ആ കേവ് ആ കേവ് 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 ആ കേവ്. ഇവിടെ അല്ല, ഇവിടെ നിന്ന് നീയൊക്കെ നീന്തിപ്പോയി. ഇവിടെ നല്ല പോകും. അപ്പം നമുക്ക് സ്ഥലം തെറ്റി. കോളല്ലേ ഇത്? മോനെ, നിനക്ക് പിക്കാക്സ് ഒന്നും ഇല്ല. ശരിയാ. എടാ എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ ഒന്ന് നോക്ക്. എനിക്ക് മൈൻക്രാഫ്റ്റ് അറിയത്തില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എനിക്ക് അറിയത്തില്ല മൈൻക്രാഫ്റ്റ് വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല. അങ്ങോട്ടും അവിടുത്തെ കേവിലും കണ്ടത്. എവിടെ? ഇങ്ങോട്ടോ? അടിയിൽ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ സാധനങ്ങളില്ലേ? അവിടെ ഇവിടെ ഞാൻ ചാടിയെന്ന് തോന്നുന്നല്ലേ? എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടോ? നീ നോക്കിയിട്ട് വരാം. ഇവിടുന്നാ ചാടിയത്. ഇവിടുന്ന് ചാടിയത്. നോക്കട്ടെ കിടപ്പുണ്ടോ? അവിടെ കിടപ്പുണ്ടായിരിക്കും. ഇനി നോക്ക്, വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോയാൽ മതി. ഇങ്ങോട്ട് ഇങ്ങനല്ലേ? ഞാൻ ഇത് നോക്കിയത്, പക്ഷെ തെറ്റിപ്പോയി. സംഭവം തെറ്റിപ്പോവാ. എനിക്ക് എന്തായാലും ഓർമ്മ ഉണ്ടായിരുന്നത് നന്നായി. നീ കേവിന് അങ്ങനെ വെളി അയ്യോ, അത് നമുക്ക് വെള്ളത്തിൽ കൊടുത്തിട്ട് പോവാം. മിക്കവാറും ഇപ്പൊ രണ്ടാമത് ചാടും. ചാവാനുള്ള ഒരു പരിപാടിക്കാണ് ഞാനിപ്പോൾ. പ്ലീസ് ഒന്ന് പ്രോ. അവിടെ ഇത് ലിഫ്റ്റോ? മൈൻക്രാഫ്റ്റിലെ ലിഫ്റ്റ്. അയ്യോ, ഞാൻ ഓർത്തൻ്റെ സാധനങ്ങളെല്ലാം പോയെന്ന്. ഇതന്നെ ഇങ്ങനെ കണ്ടില്ലേ? എങ്ങനെയാണ് തീരുന്നേ? അങ്ങോട്ട് പിടി. അപ്പോൾ നമുക്ക് വില്ലേജ് വിട്ട് നമുക്ക് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നീയും പുറത്ത് കൂടുന്നു. കുറച്ച് കട്ടയൊക്കെ ഉണ്ടാക്കട്ടെ. കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചോട്ടെ. എനിക്ക് ആവശ്യമുണ്ട്. കട്ടയൊക്കെ ആവശ്യമുണ്ട്. സോംബി. ഇതിനകത്ത് സോംബി ഇങ്ങനെയാണോ ഇരിക്കുന്നത്? കുഞ്ഞു സോംബി വെട്ടു. അതിനാ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ 2 വട്ടം നമ്മൾ ചാവുന്നുണ്ട്. പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചത്തില്ലെങ്കിൽ ചാവാൻ നല്ല ചാൻസ് ഉണ്ട്. മോൻ്റെ ആർട്ട് കണ്ടോ? പുറകെ ഉണ്ട് ആള്. ഇവിടെ ഓടിക്കോ. നമുക്ക് വില്ലേജ് നമ്പിയാലേ പറ്റത്തുള്ളൂ. ചെന്ന് കയറി കൊടുത്തു കേട്ടോ. വില്ലേജ് വിട്ട് ഭയങ്കര ആള് കളിച്ച് പോവാ. നമുക്ക് രാവിലെ തന്നെ ഇറങ്ങണം. എടാ പോയി ഞാൻ ചത്തി. എടാ പോയി ചത്തി. അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. മൂട്ടി കയറി കൊടുത്തു. ഓടി. അയ്യോ ഓടറവനെ. മിക്കവാറും ചാവുന്നു. കാരണം ഇവിടെ ഫുള്ള് മോബ്സ് ആണ്.
പിന്നെ ക്രീപ്പറൊക്കെ വന്ന് പിന്നെ മൂട്ടി പൊട്ടണം. അപ്പം നല്ല കിണ്ണനായിരിക്കും. മോബെന്നാ പറയുന്നത് എല്ലാത്തിനെയും. ആണോ? ഇപ്പം എങ്ങോട്ട് പോകും? ഒരു ട്രീ ഹൗസ് പോലും ഉണ്ടാക്കാൻ സമയമില്ല. ട്രീ ഹൗസ് ആദ്യം നീ ഒരു ഹൗസോ ഒരു കട്ടിലെങ്കിലും ഉണ്ടാക്കുന്നത്. ആ വിച്ച് 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 പെട്ടു. എടാ മോനെ അവള് പോർഷൻ ആണ്. അപ്പം നിനക്ക് സ്ലോനെസ് ആയി. നിനക്കിനി അധികം ഓടാൻ പറ്റത്തില്ല. നിന്റെ പുറകെ നോക്ക്, അപ്പം അറിയാം. എടാ ഇവനൊക്കെ എന്നാത്തിന്റെ സൂക്കേടാടാ. നിന്നെ വെറുതെ വിടുവോ? ഇതാണ് മൈൻക്രാഫ്റ്റ്. ഇപ്പൊ രണ്ടാമത്തെ വട്ടമായി തോക്കാന്. വിളിച്ചു ചേർത്താലൂടെ നേരം വിളിപ്പിച്ചാലോ? നേരം വിളിക്കാൻ ഇനി സമയമുണ്ട്. എടാ ബെഡൊന്നും ഇല്ല. എടാ വില്ലേജിൽ നിന്ന് ബെഡ് എടുക്കേണ്ടതായിരുന്നു. കുത്തി ചെറന്തിയും കൂടെ ആയപ്പോഴത്തേക്ക് അടിയായി. ചെറന്തി ഇപ്പോൾ ഒന്നിനെ തട്ടുവേ. സ്പീഡ് കൂടിയില്ലേ? കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കണം. ഇതെങ്ങനെ കഴിക്കുന്നേ? ഇതാ കഴിക്കുന്നേ. ആണോ? അതേ ഉള്ളൂ. കൊടുത്തുള്ള വിച്ച് എന്തോ എൻ്റെ പേര്? വിച്ച് എന്തോ സംഭവം? അത് നമ്മൾ കുറേ പോർഷനൊക്കെ എറിയും. എന്നിട്ട് നമ്മുടെ ലൈഫ് ഓളപ്പം ചാവും. ഇതൊക്കെ 1 ബ്ലോക്ക്. അതാരാ സോംബി. ഇത് ഹാഫ് ഹെൽത്ത് ഗൈസ്. ഇപ്പം ഇവൻ ചാവും. ഹാഫ് ഹെൽത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം അവനെ കൂടെ അടി കൊണ്ടു കഴിഞ്ഞാൽ പൂർത്തിയാവും. ഹാഫ് ഹെൽത്ത്. ഒരടി കൊണ്ടാൽ മതി. ഒരു ചെറിയ അടി കൊണ്ടാൽ മതി. ഇപ്പോൾ തീരും. ഒന്നായാലും തട്ടിയാൽ മതി ഗൈസ്. ഹാഫ് ഹെൽത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം തീരും. ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. അവനെങ്ങാണ് ഇവനെ കാണണം. ഇവൻ ഇന്ന് തീരും. തേണ്ടി വരുന്ന ആൾക്കാർ അവനെ ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല. പറ്റി കാണാതിരിക്കാനുള്ള ഏക വഴിയില്ല. വെമ്മിളി നേറി ഒന്നാ. ഇവിടെ തന്നെ ഇരിക്കാനാണോ രാവിലെ വരെ? രാവിലെ ഇപ്പോഴൊന്നും ആവത്തില്ലേ? ഇരുട്ടത്തിരിക്കണം ഇവിടെ. ഇത്രയും ദൂരെ വന്ന് സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് എല്ലാം ഉണ്ടാക്കണം. പൊളിയുന്നില്ലല്ലോ. ഈ ഇരുട്ടത്തിരിക്കാനോ? ഇന്ന് ഫുള്ളും എനിക്കത് പേടിയാ. അത് കല്ല. അത് അയാൾ വെച്ച് എന്തൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം നിൻ്റെ ഉള്ള വയസ്സ് ഇപ്പോൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ആ ഫെൽത്താണ് ഗൈസ്. ഇപ്പം ഇവൻ തീരും. ഒന്നും തിന്നാൻ പറ്റത്തില്ല. ഇല്ല തിന്നാൻ സാധനമൊന്നുമില്ലേ? ഇല്ല. നീ ആകെ ബ്രെഡൊക്കെ തിന്ന് തീർത്തു. വീറ്റും ക്യാരറ്റും തിന്നാൻ പറ്റത്തില്ലേ? ക്യാരറ്റോ? ക്യാരറ്റ് ഇല്ല. ക്യാരറ്റ് എന്ത്? നിന്റെ കയ്യിലൊന്ന് കാണിച്ചു. ക്യാരറ്റ് എവിടെ വന്നു? ക്യാരറ്റില്ല. എവിടെ ഇതൊക്കെ എൻ്റെ ഉണ്ട്. ഇതൊന്നും എനിക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇപ്പം നീ ഇപ്പോൾ ഇറങ്ങി ഓടാന്നല്ലാതെ നിനക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഒബ്സഷൻ ഇല്ല ഇപ്പം എൻ്റെ. ഇവൻ നീ ഇപ്പം തന്നെ പേടിച്ചു പോയി. കൾട്ടിസ്റ്റ് ഗ്രൂപ്പ്. ഇവിടെ ആരും ഇല്ല. ഇറങ്ങി ഓടിക്കോ. ഇറങ്ങി ഓടിക്കോ. ഒരു തട്ട് കിട്ടി നീ തീരും. അതുകൊണ്ട് നീ ഓടിക്കോ. ഇറങ്ങി ഓടിക്കോ. ആൾക്കാരുണ്ട് ഗൈസ്. ഇവിടെ നിന്നൊക്കെ ചാടണം. നീ ഇപ്പത്തി അതൊക്കെ സേജ് വാസ് ബ്ലോ അപ്പ് ബൈ ക്രീപ്പർ. നിന്നെ ഒന്ന് കൊമ്മാടാ പൊട്ടാ. ക്രീപ്പർ നിന്നെ പുറകെ വന്ന് പൊട്ടി. എല്ലാം അങ്ങ് തീർന്നു.
ഇത് മറ്റേ വില്ലേജ് അല്ലേ? നീ വന്ന വില്ലേജ്, നീ സാധനം എടുത്തത് വില്ലേജ്. അതിന് ബെഡില്ലാതെ ഞാൻ പോകുന്നില്ല. ഫുഡ് 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 ഫുറ്റ 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 ഇല്ലെങ്കിൽ ഇനി ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ഫുറ്റ 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 വീട്ടിൽ കൊണ്ടൊരു ഒരു ഗുണവും ഇല്ലെന്ന് മനസ്സിലായിരിക്കും. എന്തോ ക്യാറ്റും കൊണ്ട് ഇത് പൊട്ടാറ്റയും കൊണ്ടൊരു ഗുണവും ഇല്ല. ഇല്ലേ? ഇല്ല. പിന്നെ വേണ്ട. വീറ്റ് തന്നെ നല്ലത്. ആണോ? വീട്ട് കുട്ടിച്ച് വീട്ടിൽ കൊണ്ടൊന്നും കൂടെ കഴിയാൻ പറ്റുമോ? വീറ്റ് കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം. അവിടെ എന്നിട്ടാണോ നീ എനിക്ക് ബ്രെഡ് ഉണ്ടാക്കി തരാൻ? എന്നാ നിന്റെ വീട്ടിലായിരുന്നല്ലോ. വീട്ടുണ്ടായിരുന്നുണ്ട്. ഞാൻ കണ്ടില്ല. വീട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഉള്ള വീറ്റ് എന്നാൽ പിന്നെ ഇവിടെയുള്ള വീറ്റെല്ലാം പറിച്ചേക്കാം. ഇവിടെയുള്ള വീറ്റെല്ലാം പറിച്ചേക്കാം. വീറ്റ് 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 ഇതൊക്കെ ഏതവനാണ് ഈ കുറ്റിക്കാട്ടി കൊണ്ടത് പച്ച? എൻ്റെ പുറകെ പോയൊരു ക്രീപ്പർ പൊട്ടിയെന്നൊക്കെ അറിയുമ്പോൾ ഒരു വിഷമം. എങ്ങനെ ഇരിക്കുന്നു ഞാൻ മര്യാദക്ക് അതാ പറഞ്ഞ എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയില്ല. അത് ഇപ്പോഴും ഞാൻ പറയും, എനിക്കറിയത്തില്ല മൈൻക്രാഫ്റ്റ് കളിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. അല്ലേ അറിയാവുന്ന ഞാൻ നല്ലതായിട്ട് കളിച്ചേനെ. ഞാൻ നല്ലതായിട്ട് കളിച്ചേനെ. ഞാൻ ഇവരുടെ അടുത്ത് ട്രേഡ് ചെയ്യാൻ ട്രേഡ് കടിച്ചങ്ങ് തീർത്തേക്കാം. തീർത്ത് വേണ്ട ചൊറിയണ്ട വെറുതെ. അപ്പൊ അടുത്ത പള്ളിയായോ? അടുത്തത് വേറെ. എനിക്ക് വയ്യ. ദേ വരുന്നു. ഓ താഴോട്ട് പോയില്ലേ? സമയം എടുക്കുമല്ലേ? കൈ കൊണ്ട് അടിക്കുന്നതുകൊണ്ട് നല്ല സമയം എടുക്കും. സമയം പോകുന്നല്ലാതെ വേറെ ഗുണമില്ല. വെറുതെ ചാടി അടിക്കും. മിക്കവാറും ഇപ്പോൾ തന്നെ അടുത്തതും തീരെ സാധ്യതയുണ്ട്. ഹാർട്ട് വർക്ക് പൊട്ടിത്തുടങ്ങി കേട്ടോ. ഒരു കീറം കിട്ടണം. ഒരടി മതി, നീ ഇപ്പം തീരും. ആണോ? ഇവിടെ അയാൾ കുളത്തിലെ പൊട്ടിച്ചോണ്ടിരുന്ന എൻ്റെ സമയം പോകും കേട്ടോ. അതെനിക്ക് മനസ്സിലായി. അവർക്ക് വെറുതെ ഞാൻ എൻ്റെ സമയം കളയുക. ബ്രോ ബൈ. ഹാഫ് ഹെൽത്ത്, പിന്നെ ഹാഫ് ഹെൽത്ത് ഇപ്പം തന്നെ തീർന്നോളും. ഞാൻ അവിടെ നിന്നൊരു ബെഡ് എടുത്തിട്ട് വരാം. ബെഡ് എടുക്കാനുള്ള സമയമൊന്നും ഇല്ല എനിക്ക്. അവിടെ ചേച്ചി ചെയ്ത് വരുമോ? ഇനി എവിടെ പോലും വരൂ. പിന്നെയും കണ്ടാ നമ്മൾ അടിക്കൂ. എനിക്ക് തോന്നുന്നു അല്ല അവൻ എന്ത് നമ്മൾ വെച്ച ബ്ലോക്കൊക്കെ. അല്ല അവൻ എന്ത് അവൻ അങ്ങാണ്ടുണ്ട്. അവനെ കണ്ടു ഞാൻ ഇല്ല, അവൻ അവിടെ അല്ലേ? അവിടെ കൊണ്ടുപോയില്ലേ നമ്മള്? അവിടെ നമുക്ക് അവിടെ പോയി ഓടിപ്പോയി ബെഡ് എടുക്കണം കേട്ടോ. നമുക്ക് ഓടിപ്പോയി ബെഡ് എടുക്കണം. ബെട്ടേന്തി ബെട്ട ഇവിടുത്തെ ബെട്ടേന്തി ഇവിടുത്തെ ബെട്ട. ഞാൻ ഓടിപ്പോയി ബെഡ് എടുത്തിട്ട് വരും കേട്ടോ. ഇതുപോലെ താരം പിടിച്ചൊരു വില്ലേജ്. ഇയാളിപ്പോൾ മൂന്നാമത്തെ വട്ടം ചാവുന്നേ. എനിക്ക് വേറെ വില്ലേജ് ഒരു ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? ഇപ്പം തന്നെ ഇല്ല, ഇപ്പം ഇനി ഈ വീഡിയോ കഴിഞ്ഞു. അപ്പം ഞാനിവിടെ എല്ലാവരും അടിച്ചു കയറ്റി വന്നു. ഇനി ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മളെ കിടന്നേക്കാം. അതോ വെറ്റിപ്പെട്ട് വെള്ളത്തിനകത്ത് ഇറക്കാൻ പറ്റത്തില്ല. അയൺകോളം അടിച്ചു തീർക്കണം. അയ്യോ അയ്യോ അയ്യോ. പൊട്ടിച്ചോളാം. ഓ പൊട്ടിച്ചോളാം.
അയൺകോളം ബ്രോ വണ്ടി അയൺകോളം അതിനകത്ത് പൊട്ടിച്ചാ ബ്രോ എന്നെ തീർക്ക് അവനെ അടുത്തോട്ട് വരണേ, അങ്ങോട്ട് അവൻ്റെ അടുത്തോട്ട് അടിക്കാൻ പറ്റും കടിക്കുക. അവനെ അടിക്കാൻ പറ്റും കടിക്കുക. ബൗൺസ് ചെയ്യുന്നേ, ബെഡ് വെച്ചാ ബൗൺസ് ചെയ്യും. ബ്രോ അയൺകോളം ബ്രോ. ഓ തീർന്നു നമ്മുടെ കാര്യം. ഇനി ഇത് പൊട്ടിക്കാനില്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് പൊട്ടിച്ചാത്ത അങ്ങോട്ട് കാണരുതെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ എന്നാ കാണിക്കാനാ ബ്രോ? കണ്ടോ, അത്രയും ദൂരത്തൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി തീർത്തിരിക്കുന്നു. നമ്മൾ ഒരു ലക്ഷ്യമില്ലാതുള്ള കളി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മളൊരു ലക്ഷ്യം വെച്ചല്ലേ കുത്തിയത്. നമ്മൾ പിന്നെ വേറൊരു വില്ലേജ് തപ്പിയാണ് നമ്മുടെ ഇനിയുള്ള ഇറക്കം. നമ്മൾ വേറൊരു വില്ലേജ് തപ്പിപ്പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു പാടാണ്. ചിലപ്പോൾ അടുത്ത വേൾഡിൽ അല്ല അടുത്ത വീടിക്കകത്ത് ഇനിയും ചിലപ്പം വേറെ വേൾഡായിരിക്കും. മറ്റവൻ വരുന്നതിന് മുന്നേ ഞാൻ തോട്ടോ. മറ്റേ വെള്ളത്തിനകത്തുള്ളൊരു മനുഷ്യനല്ലേ സോംബി. അവൻ വെള്ളത്തിനകത്ത് ചെയ്യത്തുള്ളൂ, അവൻ പുറത്ത് വന്നാൽ നമ്മളൊന്നും ചെയ്യത്തില്ല. പിന്നെ കമ്പി വെച്ച് കുത്തി എറിയുന്നവരാ അതവൻ തന്നെ, പക്ഷെ അവൻ വെള്ളത്തിന്റെ പുറത്ത് വന്നാൽ നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന്. പിന്നെ എന്നാത്തിന് അവനെ നമ്മളെടുത്ത് എറിയുന്നേ ഒരു സാധനം കമ്പി പോലത്തെ സംഭവം? അതെനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ചാത്തില്ലേ? പിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞേ. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? നമ്മൾ വെള്ളത്തിനകത്താണെങ്കിൽ അവനെ അറിയും, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ സക്സസ്ഫുള്ളി ചമ്മക്ക് ചെല്ലമായിട്ടുണ്ട്. അതാരാ സോംബിയാണ്. ഞാൻ കൂടും. സോംബി രാവിലെ വരത്തില്ല. അവിടെ ഞാൻ ഒറ്റ ലക്ഷ്യം, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പോയി നോക്കാം. എൻ്റെ എന്തെങ്കിലും ഒരു വില്ലേജ് വല്ല കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ആരാ എനിക്കൊരു ബെഡ് വേണം. ആണോ അച്ഛൻ? ആണോ ഇസ്ക? അതന്നെ എന്നെ കണ്ട അങ്ങനെ ഫുഡ് നിന്റെ കയ്യിൽ എൻ്റെ ഫുഡായിരിക്കുന്നത്. അയ്യോ സോറി പോയി. സോറി ഒരു കുഞ്ഞുങ്ങളുണ്ടാക്കും. എന്തോ കുഞ്ഞിനെ അങ്ങ് തീർക്കാം ബ്രോ. എൻ്റെ അടുത്തോട്ട് വാ ബ്രോ. നിന്റെ കയ്യിലെ ഫുഡ് തീർന്നു, പിന്നെ നിന്റെ അടുത്തോട്ട് വരുന്നേ? അയ്യോ പോയി. നിങ്ങൾ നല്ല സാമ്പത്തികമൊക്കെ ആയിട്ട് ജീവിക്കും, ഞാൻ അങ്ങ് പോവുകയാണ്. ഞാനൊരു ദാരിദ്ര്യവാസിയാണ്. ഒരു കുഞ്ഞിനെ അവരുണ്ടാക്കി കൊടുത്തൊരു മനുഷ്യനെ തോ ചെയ്യാനാണ് പറഞ്ഞത്. ദാരിദ്ര്യവാസികൾക്ക് കഴിവ് ഉണ്ട്, എനിക്ക് കഴിവുണ്ട്. നമുക്കിപ്പോ ഷീപ്പ് കുഞ്ഞുണ്ടാക്കിയില്ലേ, അതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഗായ്സ്, അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളി വീണ്ടും ചാമ്പ്യനിരിക്കുന്നത്. ഞാനപ്പോൾ വേറെ വില്ലേജിൻ്റെ ഫ്രണ്ടിൽ പോയി ഞാൻ സ്പോൺ ചെയ്യുന്നത്. ഒരു വില്ലേജ് തന്നെ സ്പോൺ ആവത്തത് 4 വട്ടം ചത്തു ഗൈസ്. 4 വട്ടം അയൺ കോൾ ഇവിടെ കാണുന്നുണ്ട്. എന്നെ ഇനി തീർക്കത്തില്ല. ഇനി രണ്ടോട്ട് നീ ചത്തില്ലേ, ഇനി തീർക്കത്തില്ല. ആണോ? നോക്കട്ടെ, എൻ്റെ അടുത്ത് പോയി നോക്കട്ടെ. പക്ഷെ എല്ലാ മൈൻക്രാഫ്റ്റിലും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഹായ് പൂച്ച. ഹായ് ബ്രോ, എന്തുകൊണ്ട് വിശേഷം? നമ്മളെ അറിയാവോ? അയ്യോ നമ്മളെ അറിയാവോ? നമ്മളറിയാവോ? നമ്മളൊക്കെ ഒരു പാർട്ടിയല്ലേ? ഇങ്ങോട്ട്
ഭാഗ്യം പറത്തി വിട്ട് തന്നു. ഓട് പുറകെ ഉണ്ടോ? പൊണ്ണ കുടുങ്ങിയിരിക്കും, അവന് ബുദ്ധിയില്ല. ആണോ? അവൻ ഉറങ്ങി തീർത്തേക്കാം. രാവിലെ ഉറങ്ങുന്നേ? മനുഷ്യന്മാർ ഉറങ്ങല്ലോ, ഉച്ചക്ക് കഴിച്ചിട്ടൊക്കെ ഉറങ്ങല്ല. ഇവിടെ ഉച്ച ആയില്ല. ഉച്ച ഉറങ്ങാൻ പറ്റൂറ്റത്. നമ്മൾ കടൽ താണ്ടി പുഴയും താണ്ടി എല്ലാം താണ്ടി തോണ്ടി ആയിട്ട് പോവാണ്. അവിടെ ഇവനെ ഒന്നുകൂടെ കുടിക്കി വെച്ചാലോ? പക്ഷെ കട്ടയില്ല. നമുക്ക് ഇവനെ കുടുക്കളക്കിയാണ് നമുക്കുണ്ടാക്കാം. ഓക്കെ, ഇവിടുള്ളവനെ അവനെ കുടുക്കളക്കിയാണ് നമുക്കുണ്ടാക്കി വെച്ചേക്കാം. കടയും താണ്ടി കുടയും താണ്ടി എൻ്റെ ഇവനങ്ങ് ഇതിനകത്തൊരു മൂടാ. എങ്ങനെ ഉണ്ടായിരിക്കും? കടലും താണ്ടി പുഴ കൊണ്ടുപോവാ. സുഖമായിട്ട് അവനോട്ടിരുന്നോളൂ അല്ലേ? അവനോട്ടിരിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ കട്ടയൊക്കെ എത്രയുണ്ട് വെച്ചാലെ. കടയും താണ്ടി പുഴയും താണ്ടി ഇങ്ങോട്ട് വേണ്ട വേണ്ട, നീ അവിടെ ഇവന് ബുദ്ധി ഉണ്ടോ നോക്കാവേ. അവന് ബുദ്ധി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇങ്ങോട്ട് അയ്യോ, ബുദ്ധിയുണ്ട്. ഒന്നുമായി കുഴിക്കാത്തോട്ടോ. ചാട് ബുദ്ധിയുള്ളതൊക്കെ ബുദ്ധി കടയും താണ്ടി പുഴയും താണ്ടി എല്ലാം താണ്ടി ലോജിക്കില്ല. അതുകൊണ്ടായിരുന്നു നിന്നെ മുന്നിൽ കൂടെ അത് പോയത്. എന്തുവാ അമ്പ് എന്നെ കാണിച്ചു തരാം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നിന്റെ കണ്ണിന്റെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ വരുമോ? ഇല്ല, പക്ഷെ നമ്മളെ നോയിക്കൊണ്ടിരിക്കുക ഇറങ്ങുന്ന നമ്പര്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ 31 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ വീട് ഇതിന്ന് പൊളിച്ചെടുത്തിട്ട് അപ്പം നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ ഒരു കട്ടയും കൂടെ പൊട്ടിച്ച് നമ്മൾ ഇത് ഈ അമ്പും വില്ലൊക്കെ വിടുന്നതുകൊണ്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഇതൊന്നും ഉണ്ടാക്കിയിട്ട് അന്നേരം ഇത് ഒരു ഒറ്റ മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യും. ഇവിടുന്ന് അതും കൂടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പിന്നെ എനിക്ക് പിന്നെ CPM അടുത്ത് വിടണം. ഇപ്പം തന്നെ CPM എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടി കേട്ടോ. യൂട്യൂബേഴ്സൊക്കെ എങ്ങനോ ചെയ്യുക ഇതൊക്കെ. അപ്പം നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഓക്കെ, ബൈ.